ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ഹൈലി എഫക്റ്റീവായ ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഈ ഒരു ഫേസ് പാക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആർക്കറിയാമോ? 40 കഴിഞ്ഞുള്ള ആൾക്കാർക്കാണ്. എന്ന് പറഞ്ഞാൽ 40 കഴിഞ്ഞുള്ള സ്ത്രീക്കും പുരുഷനുമാണ് ഈ ഒരു ഫേസ് പാക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. കാര്യം 40 കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ടോണിൽ നല്ല രീതിയിൽ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതുപോലെ സ്കിന്ന് തൂങ്ങാൻ തുടങ്ങും, അതുപോലെ സ്കിന്നിൻ്റെ ഗ്ലോ കുറയാൻ തുടങ്ങും. അതുപോലെ തന്നെ ഏജ് സ്പോട്സ്, ഇതൊക്കെ നമുക്ക് ഈ പ്രായമാകും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഓരോ ചേഞ്ചസാണ്. അതായത് ബോട്ടക്സും അതുപോലെ ത്രെഡ് ലിഫ്റ്റിംഗ് പോലത്തെ നൂതന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ പ്രായമൊക്കെ നമ്മൾ ചുളിവെല്ലാം മാറ്റാൻ പറ്റുന്ന. പക്ഷേ അതിനൊക്കെ ഒരു പ്രശ്നങ്ങളൊന്നും, അതിൻ്റെ സക്സസ് റേഷ്യോ ഭയങ്കര കുറവാണ്. അതുപോലെ റിസ്ക് പാരാമീറ്റേഴ്സും ഭയങ്കര ഹൈയാണ്. നമുക്ക് അത്രയൊരു പേരിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ല ഡയറ്റും വർക്കൗട്ടും അതുപോലെ തന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ റൂട്ടീൻസൊക്കെ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം നമുക്കൊരു പരിധി വരെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. അതിന് ഏറ്റവും എഫക്റ്റീവായ സ്കിൻ ടൈറ്റനിങ് ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാക്ക് എന്നാൽ ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, കമോൺ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ് ഇതൊക്കെ ഉണ്ട്. കണ്ട ഏത്തപ്പഴത്തിൻ്റെ പകുതി, അത് നമ്മൾ നല്ല തൊലിയെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്താണ്. അത് നമ്മളിത് ഈ ബോളിലേക്ക് ഇടുവാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞ് ഇതാണ്. കണ്ട ബേസൻ പൗഡർ, അല്ലെങ്കിൽ മലയാളത്തിൽ കടലമാവെന്ന് പറയും. ഇത് 1.5 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. നമ്മളിത് ഏത്തപ്പഴത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുവാണ്. പിന്നെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞ ഇതാണ്, അതായത് മഞ്ഞൾപ്പൊടി. ഇത് ഒരു പിഞ്ചേ ഉപയോഗിക്കാവുള്ളൂ, ഞാൻ ഒരു സ്വല്പം, ഓവറാകാനും പാടില്ല. കണ്ടല്ലോ, ഇത്ര മതി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുന്ന പാകത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് തൈര്. അത് ഞാനിപ്പം ഒരു 3 ടീസ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഈ സ്പൂൺ വെച്ച് തന്നെ ഉടച്ചെടുക്കുക. അതിനെക്കാട്ടും നല്ലൊരു വേ എന്ന് പറയുന്നത് ഇതാണ്. മിക്സി കണ്ട, ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും അടുക്കളയിൽ. അപ്പം ഇതേപോലത്തെ മിക്സിക്കകത്ത് നമ്മൾ ഈ പാക്ക് എങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അടിച്ചെടുത്താൽ മതി. നല്ല ക്രീമി രൂപത്തിൽ നമുക്ക് ഈ പാക്ക് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ട, നല്ല ക്രീമി ടെക്സ്ചർ, നല്ല തിക്കായിട്ടുള്ള ക്രീമി ടെക്സ്ചർ. ഈ ഒരു പാക്കാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. പറഞ്ഞാൽ ഒരു 15 to 20 മിനിറ്റ്സ് മാക്സിമം, 20 മിനിറ്റ്സിന് അപ്പുറം പോകാൻ പാടില്ല. ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങൾ ഫേസ് വെച്ചിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിലൊക്കെ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടല്ലോ, ഈ പാക്കിൻ്റെ ഏറ്റവും മെയിൻ ഗുണങ്ങൾ അറിയാവുക. ഏറ്റവും മെയിൻ ഗുണം ഇത് നല്ലൊരു ആൻറ്റി ഏജിങ് എഫക്റ്റ് ഉണ്ട് ഈ പാക്കിന്. അതായത് നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതുപോലെ നമ്മുടെ മുഖം ഈ പ്രായമാകുമ്പോൾ ഈ തൂകുന്ന സിംറ്റം ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ നല്ലൊരു എൻഹാൻസ് ചെയ്യും ഈ പാക്ക്. അതുപോലെ ഈ പാക്കിൽ നല്ല ആൻറ്റി ബാക്ടീരിയൽ, അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഈ പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി തടയുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പിമ്പിൾസിനും ഈ പാക്ക് ഹൈലി എഫക്റ്റീവാണ്. അതുപോലെ ഈ പാക്കിൻ്റെ മറ്റൊരു ഗുണമെന്ന് ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ട്, നല്ലൊരു ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ നമ്മുടെ സ്കിന്നിന് ടെക്സ്ചറും സ്കിൻ ടോണും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ പാക്ക് നമ്മൾ വീക്ക്ലി 2 ടൈംസാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഈ പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ സാധാരണ ബാക്കിയുള്ള പാക്ക് പോലെയല്ല, ഇത് സ്കിൻ ടൈറ്റനിങ് ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പാക്ക് മുഖത്തിട്ട് കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല, നല്ല സ്റ്റേനായിട്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പുച്ചേട്ടൻ മണിച്ചിത്താഴി പറയുന്ന പോലെ മിണ്ടാതെ ഉരിയാടാതിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യം സംസാരിച്ചാൽ ഇത് വലിയും. അതുകൊണ്ട് ഒരു 15 to 20 മിനിറ്റ് നിങ്ങൾ മിണ്ടാനേ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അനങ്ങാതിരുത്തോണം. ഇങ്ങനെ ഇരുന്നിട്ട് ഒരു 15 to 20 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് കളയാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടുക. വീട്ടിനകത്തായാലും ശരി പുറത്തായാലും ശരി സൺസ്ക്രീൻ SPF 50 or above മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നമ്മുടെ സ്കിന്നും മൈൻഡും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉള്ള കാര്യം? സത്യമാണ്, നമ്മുടെ സ്കിന്നും മൈൻഡും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. കാര്യം നമുക്ക് ടെൻഷൻ അടിക്കുക, നമ്മുടെ സ്കിന്നിൻ്റെ അതുപോലെ ബ്യൂട്ടി എല്ലാം കംപ്ലീറ്റ് താറുമാറാവും. കാര്യം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നമ്മുടെ സ്കിന്നിന് ടെക്സ്ചറിനെ അതുപോലെ ഇലാസ്റ്റിറ്റി ശരിക്കും ബാധിക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിൽ കൊളാജൻ പ്രഷറിനെ ശരിക്കും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് പോലത്തുള്ള പ്രായമാകുമ്പോൾ വരുന്ന സിംറ്റംസൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ബാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ മുടി പൊഴിച്ച്, അതുപോലെ നമ്മുടെ ശരീരം പെട്ടെന്ന് മെലിഞ്ഞു പോകൽ, അങ്ങനെയുള്ള പല കാരണങ്ങളും നമ്മുടെ ഈ ഒരു ടെൻഷനായിട്ട് ലിങ്ക്ഡാണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ മാക്സിമം നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ നോക്കുക. എന്നാൽ ഇത് പറഞ്ഞാൽ ഒന്ന് ചില്ലായിട്ടിരിക്കാൻ നോക്കുക. അതുപോലെ ഈ പാക്ക് എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക, ഫീഡ്ബാക്ക് അയക്കുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ മറ്റൊരു പാക്കായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെൽ ഐക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.